ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒരു പുഡിംഗ് ആണ്. അത് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് മിക്സ് ആയിട്ട് വരുന്ന ഒരു പുഡിംഗ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 200 ഗ്രാം ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ക്രഷ് ചെയ്തിടണം. തീരെ ചെറിയ ചെറിയ പീസസ് ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു ബിസ്ക്കറ്റ് ഒരു 4 ആയിട്ടൊക്കെയാണ് കട്ട് ചെയ്തിട്ടിട്ടുള്ളത്. തീരെ ചെറിയ ചെറിയ പീസസ് ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത്, ഒരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഈ ഷുഗറിലേക്ക് ഇനി 1/4 കപ്പോളം കൊക്കോ പൗഡർ ഞാൻ ആഡ് ചെയ്യാണ്. ഇനി ഈ കൊക്കോ പൗഡറും പഞ്ചസാരയും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വെള്ളം ആഡ് ചെയ്യണം. ഞാൻ 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനി നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊട്ടും തരിയായിട്ട് കിടക്കാൻ പാടില്ല. ഇതിന് ചെറു തീയിൽ വെച്ചിട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ചെറു തീയിൽ മാത്രമേ വെക്കാവുള്ളൂ. ഇതിപ്പോൾ ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ബട്ടറാണ്. ഇത് തിളച്ച് വന്നതിന് ശേഷം വേണം ബട്ടർ ആഡ് ചെയ്യാൻ. ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ബട്ടർ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും. ഈ ബട്ടറും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ബട്ടറും ചേർന്ന് നന്നായിട്ട് മിക്സായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാൻ വെക്കണം. ഈ തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കണം. ബിസ്ക്കറ്റിൽ എല്ലാത്തിലും ഈ സിറപ്പ് നന്നായിട്ട് കോട്ടാകുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബിസ്ക്കറ്റിലേക്ക് ഈ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വന്നു കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാ ബിസ്ക്കറ്റിലും സിറപ്പ് കോട്ടാവുന്ന രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കണം. ഇവിടെ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ബട്ടർ വെച്ചിട്ട് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ബിസ്ക്കറ്റ് മുഴുവനും ഇടുക. നന്നായിട്ട് സെറ്റാക്കി കൊടുക്കണം. നമ്മളൊരു സ്പൂണോ വല്ല ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാ സൈഡിലും ഒരേപോലെ ഒരേ ഹൈറ്റിൽ വരുന്ന രീതിയിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം തണുക്കണം. നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആവണം. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിലത്തെ ലെയർ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് 2 കപ്പ് പാലെടുത്ത് വെക്കുക. അതിലേക്ക് ഒരു 1/3 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗറും പാലുമായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ചെറുതീയിൽ തന്നെ വെച്ച് വേണം കുക്ക് ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ആയതിനു ശേഷം കോൺഫ്ലോർ ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊട്ടും തരിയില്ലാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് ബോയിലാക്കണം. ചെറുതീയിലിരുന്ന് തന്നെ ഇത് ബോയിലാവണം. കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. ഇപ്പം തന്നെ കാണുമ്പോൾ അറിയാം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസി വരുന്നിടം വരെ ഇളക്കി കൊടുത്തിട്ട് അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസി വരുന്നിടം വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ലോ സ്പീഡിലിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം. ഇനി അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവർ വേണമെങ്കിൽ കൊക്കോ പൗഡർ കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് വിപ്പിംഗ് ക്രീമുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ബിസ്ക്കറ്റിൻ്റെ മിക്സ് സെറ്റ് ആയിട്ടുണ്ട്.
ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ്, പുഡിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ട് വേണം നമുക്ക് വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിലേക്ക് നെക്സ്റ്റ് ലെയറായിട്ട് ആഡ് ചെയ്യാൻ. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ആവണം. അത് നല്ല തിക്കാകുന്നിടം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം വേണം നമുക്ക് വിപ്പിംഗ് ക്രീം അതിന് മുകളിലേക്ക് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം നമുക്കതിന് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടോപ്പിൽ മുഴുവനും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ആവണം. അതിനുശേഷം വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചു, നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. സൈഡെല്ലാം നമ്മളൊരു കത്തി ഉപയോഗിച്ച് ഒന്ന് വിടിപ്പിച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിലത്തെ 2 ലെയറും ഭയങ്കര സോഫ്റ്റ് ആണ്. പക്ഷേ താഴത്തെ ലെയർ ബിസ്ക്കറ്റ് വരുന്ന കാരണം അത് കുറച്ച് കട്ടിയായിരിക്കും. ഇത് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു.